ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതുണ്ടല്ല എന്റെ വീട്ടിൽ പോയ സമയത്ത് എന്റെ ഇത്താത്ത ഉണ്ടാക്കി തന്നിട്ടാണ് കേട്ടോ. ഒറ്റ പ്രാവശ്യം കഴിച്ചപ്പോ തന്നെ ഞാൻ ഇതിന്റെ ഫാനായി. ഇനി ഇതെന്തായിട്ടെന്നല്ലേ, ഇതാണ് നോബേക്ക് ചീസ് കേക്ക്. ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടുവന്ന ഒരു ഐറ്റം. താഴെ വരുന്ന ലെയർ നമ്മൾ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഇതേപോലെ പൊടിച്ച് അതിനകത്ത് കുറച്ച് ബട്ടർ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ആദ്യം തന്നെ പാല് പിരിച്ച് പനീർ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ടേനും. അപ്പൊ അതല്ലെങ്കിൽ ക്രീം ചീസ് ഇട്ട് കൊടുക്കാട്ടോ. പഞ്ചസാരയും ഫ്രഷ് ക്രീമും പിന്നെ കുറച്ച് പാലും കൂടി വെച്ചിട്ട് പാല് കുറച്ചധികമായി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് കഴിച്ചാൽ മതി. ഇതൊക്കെ കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ബിസ്ക്കറ്റിന്റെ മുകളിൽ ലെയർ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് നമുക്ക് വേഗം കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി. ഞാനിവിടെ 50 രൂപയുടെ ഒരു ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ ആത്മാവിനെ വരെ ഊറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടറും പിന്നെ ഫ്രഷ് ക്രീമും പാലോ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ ടോപ്പ് ലെയർ ആയിട്ട് അയച്ചു കൊടുക്കുക. കുറച്ച് സമാധാനം സബൂറെല്ലാം ആവാ. ഇത് നല്ലോണം തണുത്ത ശേഷം വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതിന് മുന്നേ കഴിക്കാനുള്ള വകുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ സംഭവം എന്തായാലും മസ്റ്റ് ട്രൈ ആണ്.